കറികൾക്ക് സുഗന്ധവും രുചിയും നൽകുന്ന കറിവേപ്പില ആഹാര ആവശ്യങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് നമ്മൾ ഔഷധ പ്രയോഗങ്ങളിലും ഉൾപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ ക്യൂസിനിൽ രുചിയും മണവും ഒക്കെ നൽകുന്ന ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കറിവേപ്പില പലപ്പോഴായിട്ട് നമ്മൾ ഇത്തരം ആഹാര ഔഷധ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, സൗന്ദര്യ മേഖലയിലും ഇതിനൊരു സ്ഥാനമുണ്ട്. ഇത് ഫേസിൽ വരുന്ന സ്കിന്നിലെ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ മുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ കുഞ്ഞു മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് തിളപ്പിച്ച വെള്ളം സ്പ്രേ ആയിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. മുടി നല്ല കറുപ്പോടെ വളരാൻ ഇത് സഹായിക്കും. ഇനി ഈ രീതിയിൽ ഹെൽത്ത് വൈസ് ആയാലും ബ്യൂട്ടി വൈസ് ആയാലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു 3 ഫോം ഞാൻ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് ലിങ്ക് കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ചെറിയൊരു ക്ലിപ്പിങ്സ് ഇവിടെ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുഴുവൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുതേ. പലപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിൽ ഒരു വഴിയാണ് നമുക്ക് പനി വരുന്ന അവസ്ഥയിൽ ശരീരത്തെ തണുപ്പിക്കാനും അതുപോലെയുള്ള ദഹന പ്രശ്നങ്ങളെയൊക്കെ മാറ്റാനും ചുക്ക്, കുരുമുളക്, അതുപോലെ കറിവേപ്പില എല്ലാം കൂടെ സമം ചേർത്തിട്ട് നമുക്ക് കഷായം വെച്ച് കുടിക്കുന്നത് പനി കുറയ്ക്കാൻ നല്ലതാണ്. പലപ്പോഴും വയറ് സംബന്ധമായിട്ട്, അതായത് നമുക്ക് ദഹനം ശരിയായിട്ട് നടക്കാണ്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വയറുവേദന വരുന്ന സമയത്തോ ഒക്കെ തന്നെ ലൂസ് മോഷനായിട്ട് ഡിസെൻട്രി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അത്തരം സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് മോരിൽ കാച്ചി കുടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ബോയിൽസ് ആയിട്ട് അല്ലെങ്കിൽ ചൂടുകുരു പോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ ചൊറിച്ചിലും വേദനയും ഒക്കെ മാറി ഈ പ്രശ്നം ഇല്ലാതാക്കാൻ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിശേഷം മാറ്റി കിട്ടും. കൈഡര്യ കടുക സ്തിക്ത കഷായ ശീതലോ ലഘു സന്താപശൂഷ കുഷ്ഠ അസ്ര കൃമിഭൂത വിഷാപഹ. അതായത് ഇത് കൃമി രോഗങ്ങളിലായാലും അതുപോലെ ശരീരത്തിൽ ചൂട് കൂടിയിട്ടുള്ള അവസ്ഥയിലും ഒക്കെ തന്നെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. വയറ് സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കിട്ടാൻ നല്ലതാണ്. അതുപോലെ വയറുവേദന പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും നല്ല മാർഗമാണ് വെറും വയറിൽ മോരിൽ ഇത് അരച്ച് ചേർത്ത് കഴിക്കുന്നത്. വെറും വയറിൽ കഴിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന് വിശേഷം മാറ്റാൻ സാധിക്കുന്ന ഒരു ടിപ്പാണ്. അതുപോലെ മോർണിംഗ് സിക്നസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അല്പം ലെമൺ ജ്യൂസിന് കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീടോക്സ് മെത്തേഡായിട്ട് നമ്മൾ കറിവേപ്പിലയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 നെല്ലിക്കയും അല്പം 2 തണ്ട് കറിവേപ്പില, ഇത് അമിതമായി പോകരുതേ. കറിവേപ്പില ഉള്ളിലേക്ക് എടുക്കുന്നത് 2 തണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ച് വെറും വയറിൽ കുടിക്കുന്നത് ഒരു ഡീടോക്സ് മെത്തേഡ് തന്നെയാണ്.